Good morning, sir, and welcome to the show. Morning, Adla. Morning, viewers. സർ, ഏതായാലും യു എസിലേക്ക് നമുക്ക് ആദ്യം പോകാം. കാരണം യു എസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പാനിക് സെല്ലിംഗ് നമുക്ക് മിക്ക വിപണികളിലും കാണാൻ സാധിക്കുന്നുണ്ട്. യു എസ് വിപണികളിലും ഇന്നലെ വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്ക് ഏകദേശം 0.9% ഒരു ഇടിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. S&P 500 സൂചികയാണെങ്കിലും ഡൗ ജോൺസ് സൂചികയാണെങ്കിലും 0.5% മുകളിൽ ഒരു ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ അമേരിക്കൻ വിപണികൾ കാണുന്നുണ്ടോ? അല്ല, നമുക്ക് വീണ്ടും അമേരിക്കൻ ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഇന്നലെ ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു കാണാൻ സാധിച്ചത്. വീണ്ടും ഡൗ ജോൺസ് ഇൻഡെക്സ് 42,400 42,800 ഈ ഒരു റേഞ്ചിൽ തന്നെ ട്രേഡിംഗ് നടത്തി വരുന്നു. അറ്റ് ദ മൊമെന്റ് എനിക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 42,800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് ഇന്നലെ ഒരു മിക്സഡ് ബാഗ് ആയിരുന്നു. ടെസ്ലയുടെ ഒക്കെ കേസിലോ ആപ്പിളിന്റെ കേസിലോ ഒക്കെ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചെങ്കിലും മൈക്രോസോഫ്റ്റ് പോലെയുള്ള സ്റ്റോക്സിലൊക്കെ വീണ്ടും നേരിയ തോതിലെങ്കിലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 22,100 ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ്. യുദ്ധത്തിനോട് ഏറ്റവും പ്രധാനമായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി എന്നത് ക്രൂഡാണ്. ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കും, പ്രത്യേകിച്ചും ഇറാൻ ഇസ്രായേൽ യുദ്ധമായതുകൊണ്ട് തന്നെ ക്രൂഡിൻ്റെ സപ്ലൈയെ സംബന്ധിച്ചിട്ട് ലോകത്തെമ്പാടും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ക്രൂഡ് ഇന്നലെ ഇപ്പോൾ പരിശോധിക്കുമ്പോഴേക്കും നിലവിൽ ഇപ്പോൾ ഏകദേശം 1.5% ഇടിവിലാണ് ബ്രെന്റ് ക്രൂഡ്. അതിനോടൊപ്പം തന്നെ US ക്രൂഡ് WT ക്രൂഡ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം സമാനമായ തരത്തിലുള്ളൊരു ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ക്രൂഡിൻ്റെ ഉള്ള ഒരു പ്രൈസ് ചേഞ്ചിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ക്രൂഡിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ക്രൂഡിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വലിയ റേഞ്ച് സൃഷ്ടിച്ചിരിക്കുന്നു. $66 മേജർ സപ്പോർട്ടും $76 മേജർ റെസിസ്റ്റൻസും. സോ നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും ക്രൂഡിന്റെ കേസിൽ അവോയ്ഡ് ചെയ്യുക. 76 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വീണ്ടും വലിയൊരു കുതിപ്പ് ക്രൂഡിൽ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ സേഫ് ഹെവനായിട്ട് ഇപ്പോൾ നിക്ഷേപകർ കണക്കാക്കിയിരിക്കുന്ന ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും നിലവിലൊരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. ട്രോയ് ഓൺസിന് $3,381.13 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇന്നലത്തേക്കൊരു ദിവസത്തെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടൊരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്, ഒരു കൃത്യമായിട്ട് മൂവ്മെൻറ്റിനേക്കാൾ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. സ്വർണ്ണത്തിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ട്രിഗർ കാണാൻ സാധിക്കുന്നത് $3,430 അമേരിക്കൻ ഡോളറിലാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 3,500 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിന്റെ കേസിൽ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കും. അതിനുള്ള ഒരു പോസിബിലിറ്റി വളരെ അധികമായിട്ട് അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നത്. സ്വർണത്തിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലെ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു പ്രധാനമായിട്ടും വിപണി ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ 24,800 എന്നൊരു ലെവൽ ത്രൂ ഔട്ട് ദ ഡേ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിനെ സാധിച്ചിട്ടുണ്ട്. ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിലും 24,853.4 എന്നൊരു നിലയിൽ 0.37% ഒരു ഫ്ലാറ്റ് ലോ ടോൺ നിലനിർത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ ഏകദേശം 9:15 തുടങ്ങിയ സമയത്ത് തന്നെ ഒരു റിപ്പോർട്ട് ചെയ്തൊരു സെല്ലിംഗ് പ്രഷറിന് ശേഷം പിന്നീട് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിലുള്ള ഇനി മുന്നോട്ടേക്ക് പ്രധാനമായിട്ടും താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയായിരിക്കും? നിഫ്റ്റി 50യുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ട് തന്നെ തുടരുന്നുണ്ട്. ഇന്നത്തെ ഇമ്മീഡിയറ്റ് ഒരു ട്രിഗർ കാണാൻ സാധിക്കുന്നത് 25,100 പോയിന്റിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 25,250 ആയിരിക്കും. ആൻഡ് ആ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 24,400. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും.
നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോഴേക്കും സമാനമായ തരത്തിൽ ഒരുപക്ഷെ നിഫ്റ്റിയെക്കാളും ഒരല്പം കൂടി ഇടിവിൻ്റെ തോത് കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു. 55,714.15 എന്ന നിലയിലാണ് നിഫ്റ്റി ബാങ്ക് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ ഒരു ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിടുകയും പിന്നീട് ഒരു സൈഡ് വേസ് ആയിട്ട് റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് പ്രധാനമായിട്ടും കാണുന്നത്. നിഫ്റ്റി ബാങ്കിൽ ഇനി മുന്നോട്ടേക്ക് താങ്കളുടെ ഫോക്കസിലുള്ള ലെവലുകൾ ഏതൊക്കെയായിരിക്കും? നേരത്തെ ഇൻട്രോഡക്ടറി റിമാർക്സിൽ സൂചിപ്പിച്ചിരുന്നു ഫെഡറൽ റിസർവ് ജെറോം പവലിന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു എന്ന്. So we have to wait for what is the stance of Jerome Powell and the Federal Reserve. ഇപ്പൊ വീണ്ടും ഫെഡറൽ റിസർവ് ഒരു ഹോക്കിഷ് സ്റ്റാൻഡിലോട്ട് നീങ്ങാൻ പോവുകയാണെങ്കിൽ നാച്ചുറലി അത് ബാങ്കിങ് മേഖലയെ നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമുക്ക് ബാങ്കിങ് മേഖലയിൽ പൊസിഷൻസ് ഉണ്ടെങ്കിൽ 56,100 ആയിരിക്കും മേജർ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ വീണ്ടും ഒരു സേഫ് സോണിലോട്ട് എത്തിച്ചേരും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 55,100 ആയിരിക്കും. 51,500 സപ്പോർട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. യെസ് സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ ഒരു ഡിഫൻസീവ് മോഡിൽ നിന്ന് ഒരു പ്രധാന സെക്ടർ എന്ന് പറയുന്ന IT സൂചിക ഒരു പക്ഷേ വിപണിയെ വലിയ തോതിലൊരു ഇടിവിലേക്ക് പോകാതെ ഒരു കനത്ത സപ്പോർട്ടായിട്ട് പിന്തുണ നൽകിയ ഒരു സെക്ടറായിരുന്നു IT എന്ന് പറയുന്നത്. ഏകദേശം മറ്റ് സെക്ടേഴ്സ് എല്ലാം തന്നെ ഒരു ഇടിവിൽ ക്ലോസ് ചെയ്തപ്പോൾ പോലും 0.72% നേട്ടം നൽകിക്കൊണ്ട് 39,356.1 എന്ന നിലയിലാണ് IT സൂചിക ക്ലോസ് ചെയ്തിരിക്കുന്നത്. IT-യിലുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? IT മേഖലയിലെ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായി തന്നെ തുടരുന്നുണ്ട്. അതിൽ ചൂണ്ടിക്കാണിച്ച വളരെ ശരിയാ. നമ്മൾ ഓവറോൾ മാർക്കറ്റിൽ ഇത്രത്തോളം ഒരു വോളറ്റിലിറ്റി ആൻഡ് വീക്ക്നെസ് കാണുന്ന സമയത്ത് പോലും കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നിഫ്റ്റിയുടെ IT മേഖലയിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതില് ഇപ്പൊ നമ്മൾ ഇൻഫോസിസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് ലോങ് ടേം ട്രെൻഡ് ഇസ് സ്റ്റിൽ ബെയറിഷ്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് ഇൻഫോസിസിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഫോസിസിന്റെ ഇമീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ 1660 അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഓൾമോസ്റ്റ് ഒരു 80 രൂപയുടെ നേട്ടം നമുക്ക് ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. മറ്റൊരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് HCL ടെക്നോളജി. HCL ടെക്നോളജിക്ക് അടുത്ത 3 സെഷൻസിൽ 1745 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ബട്ട് നമ്മൾ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. TCSന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 3560 അതിനുശേഷം 3650. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 250 മുതൽ 300 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് ഇന്നലെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമുക്ക് ഈ മേജർ സ്റ്റോക്സ് കൂടാതെ നമുക്ക് പെർസിസ്റ്റന്റ്, കൊഫോജ്, KPIT, ബിർള സോഫ്റ്റ് ഈ സ്റ്റോക്സിലൊക്കെ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം സ്റ്റോക്സിൽ തീർച്ചയായിട്ടും നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടിയിരിക്കുന്നു. സർ, അതേ ഒരു കാറ്റഗറി ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഓഹരിയാണ് തൻല പ്ലാറ്റ്ഫോംസ്. തൻല പ്ലാറ്റ്ഫോംസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ശക്തമായിട്ടുള്ളൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് റിപ്പോർട്ട് ഇൻട്രാഡേയിൽ വളരെ ഏകദേശം 8% മുകളിൽ ഒരു മുന്നേറ്റം നടത്തുകയും 2.5% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടും ക്ലോസ് ചെയ്തൊരു ഓഹരിയായിരുന്നു തൻല പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. കമ്പനി ബൈബാക്കിന് ഉള്ളൊരു അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള അപ്ഡേഷൻസ് ആണ് എത്തിയിരിക്കുന്നത്. തൻല പ്ലാറ്റ്ഫോംസിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടെൻല ഇന്നലെ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി ആയിരുന്നു കാഴ്ചവെച്ചത്. സോ ടെൻലയുടെ കേസിൽ ഇന്ന് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ടെൻല നമ്മുടെ കൈവശം ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ 610 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ടെൻലയുടെ കേസിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 710 റെസിസ്റ്റൻസ് ടെൻല ബ്രേക്ക് ചെയ്യണം. ഇന്ന് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവായിട്ട് കാണുന്നത്. യെസ് സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ വളരെ ശക്തമായിട്ട് ഇടിവ് രേഖപ്പെടുത്തിയ നിഫ്റ്റി 50 ഒരു ഓഹരിയായിരുന്നു അദാനി എന്റർപ്രൈസസ്. ഏകദേശം 2.5% കൃത്യമായി പറയുകയാണെങ്കിൽ 2.18% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ അദാനി എന്റർപ്രൈസസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു ജൂൺ 13 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഹൈലി വളറ്റൈലായിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് നിലനിൽക്കുന്നതെന്നും കാണാം. അദാനി എന്റർപ്രൈസസിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്?
അഡാനി എന്റർപ്രൈസസിന്റെ കേസിൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അഡാനി എന്റർപ്രൈസസിന്റെ കേസിൽ 2570 രൂപ വളരെ മേജർ ഒരു റെസിസ്റ്റൻസാണ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ട് അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒരു അവസരം ലഭിക്കും. നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2430 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഒരല്പം സ്റ്റോക്ക് ന്യൂസിൽ ഒരു വളരെ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് BSE ആണ്. BSEയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു പ്രധാനമായിട്ടും കാണാൻ സാധിച്ചിരുന്നത്. ഏകദേശം 1.22% ഒരു ഇടിവിൽ ആയിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. BSEയെ സംബന്ധിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ എക്സ്പയറി ഡേ ട്യൂസ്ഡേയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഈ ഒരു മാറ്റത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനോടൊപ്പം തന്നെ BSE ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അതിന്റെ എക്സ്പയറി ഡേറ്റ് മാറ്റിയത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ അതിന്റെ ഷെയർ പ്രൈസസ് അല്ലെങ്കിൽ അതിന്റെ ഷെയർ ട്രേഡിംഗ് പാറ്റേണിനെ ബാധിക്കുമെന്ന്. ബട്ട് നമ്മൾ BSEയുടെ കേസ് നോക്കുമ്പോഴേക്കും അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് CDSL മുതലായ സ്റ്റോക്സ് ഒക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് അതിന്റെ ട്രെൻഡ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. BSEയുടെ കേസിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഒരു നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. അതിനെ തുടർന്ന് നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു പുതിയ ട്രേഡിംഗ് അവസരം ഈ സ്റ്റോക്ക് നൽകുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2740. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 2780 അതിനുശേഷം 2940 3000 രൂപ. അതിനൊപ്പം തന്നെ റെയിൽവേ സെക്ടറിൽ നിന്നുള്ള ജുപ്പിറ്റർ വാഗൺസ് ലിമിറ്റുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ജുപ്പിറ്റർ വാഗൺസിനെ സംബന്ധിച്ചിട്ട് 1.85% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇപ്പോഴും ഏകദേശം ഒരു 40 to 50% അടുത്ത് ഇടിവിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. ജുപ്പിറ്റർ വാഗൺസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജുപ്പിറ്റർ വാഗൺസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. സ്റ്റോക്കിന്റെ മേജർ ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്നത് 430 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയൊരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. കൈവച്ച് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 360 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താങ്കൾ വളരെ ബുള്ളിഷായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് വന്നൊരു സെക്ടറായിരുന്നു റിയൽറ്റി സ്പേസിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായിട്ടുള്ള DLFിലേക്കാണ് എത്തുന്നത്. DLFിനെ സംബന്ധിച്ചിട്ട് പുതിയ ധാരാളം പദ്ധതികൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എത്തുന്നു. ഗുരുഗ്രാമിൽ 5500 കോടി രൂപയുടെ ഒരു പദ്ധതി ആരംഭിക്കുന്നു എന്നതടക്കമുള്ള അപ്ഡേഷൻസ് എത്തിയിട്ടുണ്ട്. ഇനി ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു 0.5% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിലൊരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിരുന്നു എങ്കിൽ പോലും പിന്നീട് അവിടെ നിന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നേരിട്ടിരിക്കുന്നത്. DLF ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? DLFിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് പുതിയൊരു റെസിസ്റ്റൻസിൽ 890 ഫോമായി വരുന്നുണ്ട്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എസ്പെഷ്യലി നമ്മൾ ഷോർട്ട് ടേം ട്രേഡിംഗിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽസ് ശ്രദ്ധിച്ചിരിക്കേണ്ട. ആദ്യത്തെ 840, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 820. 820 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. അതിനുശേഷം നമ്മൾ ഷോർട്ട് ടേമിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇന്നത്തെ മാർക്കറ്റിൽ ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് പുതിയ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കുന്നില്ല. അതിനോടൊപ്പം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഈ ഒരു വീക്ക് തുടങ്ങിയപ്പോൾ ഏകദേശം ജൂൺ 13 മാത്രം 13 മുതൽ 14 വരെയുള്ള കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോഴേക്കും 20% റിട്ടേൺ നൽകിയ ഒരു ഓഹരി കൂടിയായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്നാൽ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. ഇന്നലെ ആ ഒരു പ്രോഫിറ്റ് ടേക്കിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരുന്നു. 8.25% ഒരു ഇടിവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഷിപ്പിംഗ് കോർപ്പറേഷനിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഷിപ്പിംഗ് കോർപ്പറേഷൻ ആൻഡ് അതിനോടൊപ്പം തന്നെ GE ഷിപ്പിംഗിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ്, ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം നമുക്കറിയാം, ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനെ തുടർന്ന് ദ ബാൾട്ടിക് ഫ്രൈറ്റ് ഇൻഡെക്സ് കണ്ടവാനം കയറിയിട്ടുണ്ട്. അതിന് ബാൾട്ടിക് ഫ്രൈറ്റ് ഇൻഡെക്സ് ഉയരുന്ന സമയത്ത് ഷിപ്പിംഗ് ഫ്രൈറ്റ് റേറ്റ്സ് അധികമാകുന്നു എന്ന് സൂചിപ്പിക്കുന്നത്.
അതിനെ തുടർന്നായിരുന്നു നമുക്ക് ഈ ഒരു എക്സ്ട്രാ വോളറ്റിലിറ്റി ഈ രണ്ട് സ്റ്റോക്സിലും കാണാൻ സാധിച്ചത്. അറ്റ് ദ മൊമെന്റ് ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ടെങ്കിലും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 190 രൂപയുടെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ ലഭിക്കും. അടുത്തായിട്ട് നെസ്ലെ ഇന്ത്യയിലായിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ ഓഹരി 1% മുകളിലൊരു നഷ്ടം റിപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു യുദ്ധം തുടങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഒരല്പം ഇൻഡയറക്ട്ലി അതിൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു മേഖലയാണ് FMCG സെക്ടർ. ഈ ഒരു നെസ്ലെ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ നെസ്ലെ ഇന്ത്യ അതുപോലെ തന്നെ മറ്റ് മേജർ FMCG സ്റ്റോക്സ് ലൈക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോൾഗേറ്റ് ഇതൊക്കെ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്സ് ഒക്കെ ഒരു സിമിലർ പാറ്റേൺ കാണുന്നത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ടും. നെസ്ലെ ഇന്ത്യയുടെ കേസിൽ അറ്റ് ദ മൊമെന്റ് സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 2280 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സർ, അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ഹഡ്കോയാണ്. ഹഡ്കോയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഹഡ്കോയുടെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി വോളറ്റിലിറ്റിയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 235 റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം പുതിയ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 218 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികൾ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു 5-6 ട്രേഡിംഗ് സെഷൻസിൽ ഒരു നല്ല പ്രോഫിറ്റിന് ശേഷം കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 2250 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 2040 രൂപയുടെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് മാസഗോൺ ഡോക്കിന്റെ കേസിലും ഗാർഡൻ റീച്ചിന്റെ കേസിലും നമുക്ക് പുതിയൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ബട്ട് നമുക്ക് പുതിയൊരു ലോങ് പൊസിഷൻസ് ഈ രണ്ട് സ്റ്റോക്സിലും ഇന്ന് എടുക്കാൻ സാധിക്കത്തില്ല. ബിക്കോസ് റിസ്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഹൈ. മാസഗോൺ ഡോക്കിന്റെ കേസിൽ ഓൾറെഡി നമുക്ക് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3090 രൂപയിലായിരിക്കും നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഗാർഡൻ റീച്ചിന്റെ കേസിൽ ഓൾറെഡി പൊസിഷൻ ഉണ്ടെങ്കിൽ 2890 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ റെയിൽവേ ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ആദ്യമായി ചോദിക്കുന്നത് ഇർക്കോണുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ്. ഇർക്കോണെ സംബന്ധിച്ച് ഇന്നലെ ഏകദേശം 2.5% മുകളിലൊരു നഷ്ടം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇർക്കോൺ ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇർക്കോൺ, റെയിൽടെൽ, RVNL, IRFC, IRCTC മുതലായ സ്റ്റോക്സിലൊക്കെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്സിലൊക്കെ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇർക്കോണിന്റെ കേസിൽ ഇന്നലെ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചു. ഈ ആഴ്ചത്തെ ട്രേഡിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 209 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. IRFCയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 142 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 150 ആൻഡ് റെയിൽ ടെല്ലിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 440. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 465 അടുത്ത മേജർ റെസിസ്റ്റൻസ്. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 400 രൂപയിലായിരിക്കണം സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സർ, അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് നേട്ടം നൽകി വന്ന ഏകദേശം ഒരു മെയ് 7 തീയതി മുതൽ തുടർച്ചയായിട്ട് നേട്ടം നൽകുന്ന ഒരു ഓഹരിയായിരുന്നു BEL എന്ന് പറയുന്നത്. ഇന്നലെയും ഓഹരി ഒരു പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്നൊരു നേരിയ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. BEL ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നാണോ എക്സ്പെക്ട് ചെയ്യുന്നത്, അതോ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നിയർ ടേമിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? BELന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഇന്നലെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു.
നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ലോ റിസ്കിൽ ഒരു അവസരവും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. നമ്മൾ വളരെ ഷോർട്ട് ടേമിൽ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 390 സപ്പോർട്ടായിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള സപ്പോർട്ട് 375 അതിനുശേഷമുള്ള മേജർ സപ്പോർട്ട് 360 കാണാൻ സാധിക്കുന്നതാണ്. ഒപ്പം വേദാന്തയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. വേദാന്തയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1.07% ഒരു ഇടിവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു വേദാന്ത ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേദാന്തയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വേദാന്തയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ കമ്പനിക്ക് ഒത്തിരി കടബാധ്യതകളുണ്ട് ആൻഡ് അതിനെ തുടർന്ന് ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്കാണ് വേദാന്ത. വേദാന്തയുടെ കേസിൽ നമുക്ക് പുതിയ ലോ റിസ്ക് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 480 കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 440 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കും. നാഷണൽ അലൂമിനിയത്തിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇന്നലെ ഓഹരി 1.5% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് ഓഹരിയിൽ പ്രധാനമായിട്ടും കാണുന്നത്. നാഷണൽ അലൂമിനിയത്തിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നാഷണൽ അലുമിനിയത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 170 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 203 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇന്നലെ വളരെ ശക്തമായിട്ടുള്ള ഒരു കുതിപ്പ് നടത്തിയ ഓഹരിയായിരുന്നു ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് എന്ന് പറയുന്നത്. ഏകദേശം ക്ലോസ് ചെയ്തിരിക്കുന്നത് പോലും 11%-ലധികം ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ടാണ്. ഹാപ്പിയസ്റ്റ് മൈൻഡ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നമ്മൾ നേരത്തെ ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ IT ഇൻഡെക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ഒത്തിരി IT സ്റ്റോക്സിൽ നമുക്ക് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഹാപ്പിയസ്റ്റ് മൈൻഡ് സ്പെസിഫിക് കേസിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് ആയിരുന്നു ഈ സ്റ്റോക്ക് നേരിട്ടത്. ബട്ട് ഇന്നലെ ഈ സ്റ്റോക്ക് വളരെ വലിയൊരു ട്രേഡിംഗ് ബാർ ആയിരുന്നു നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനെ തുടർന്ന് ഡെഫിനറ്റ്ലി ദ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ നേരിയൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ആ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് 620, 640 ആ റേഞ്ചിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. സർ, അതിനോടൊപ്പം തന്നെ സൺഫാർമയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. സൺഫാർമയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൺഫാർമ ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സൺഫാർമയുടെ കേസിൽ നമുക്ക് ഒത്തിരി ഡിസപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ 3-4 മാസത്തിനിടെ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനും സാധിക്കുന്നില്ല. മോയിൽ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മോയിൽ ലിമിറ്റഡിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് കാണുന്നത്. ഇന്നലെ ഏകദേശം 2.98% ഇടിവിലാണ് മോയിലിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, മോയിലിന്റെ കേസിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച 403 രൂപ എത്തിയതിനു ശേഷം നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അറ്റ് ദ മൊമെന്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. 360 സപ്പോർട്ട് അടുത്ത 3-4 ട്രേഡിംഗ് സെഷൻസിൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ലോ റിസ്ക് ബൈയിങ് അവസരം ലഭിക്കും. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 338 രൂപയുടെ സപ്പോർട്ടായിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. റൈറ്റ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റൈറ്റ്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 2.34% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് തന്നെ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് ഈ ഒരു ഓഹരിയിൽ പ്രധാനമായിട്ടും കാണുന്നത്. റൈറ്റ്സിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? റൈറ്റ്സിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ഡെഫിനറ്റ്ലി ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടക്കുന്നത്.
നമ്മൾ അടുത്ത 3-4 ട്രേഡിംഗ് സെഷൻസ് ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 270 രൂപ. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ വരും സെഷൻസിൽ നമുക്ക് പുതിയ ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കും. ഇന്നത്തെ മാർക്കറ്റിൽ ഇൻ ടുഡേസ് ട്രേഡിംഗ് നമുക്ക് പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പോളിസി ബാസാറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പോളിസി ബാസാറിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഇന്നലെ 2.16% ഒരു മുന്നേറ്റമായിരുന്നു ഓഹരികൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. പോളിസി ബാസാറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, പോളിസി ബസാറിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവച്ച ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട 1780 എനിക്ക് തോന്നുന്നില്ല ഇമ്മീഡിയറ്റ്ലി ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ ട്രേഡിംഗിന്റെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 2000 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. 2000ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള 3 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 2040, 2080, 2120. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒപ്പം തന്നെ സ്റ്റോക്കിംഗ് ന്യൂസും ഒക്കെ ആയിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.